US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയെയും മെക്സിക്കോയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചിരിക്കുകയാണ്. അധിക തീരുവ നടപ്പിലാക്കുമെന്ന തീരുമാനം, അതായത് ഇരു അയൽ രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് നടപ്പിലാക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഓഹരി വിപണിയിൽ വലിയ ഇടിവിന് ഇടയാക്കിയിരുന്നു. അമേരിക്കൻ നയത്തിന് സമാന രീതിയിലുള്ള കടുത്ത മറുപടിയുമായി കാനഡയും മെക്സിക്കോയും രംഗത്തെത്തുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരുന്നു. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിക്കുകയായിരുന്നു. ഈ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ തീരുവ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് ട്രംപ് നീട്ടിവെക്കുകയായിരുന്നു. വിപണിയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം പിൻവലിച്ചതെന്ന് സമ്മതിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഏപ്രിൽ 2-ന് കൂടുതൽ താരിഫുകൾ നിലവിൽ വരുമെന്നും ട്രംപ് വ്യാഴാഴ്ച പറഞ്ഞിരുന്നു. അവ പരസ്പര സ്വഭാവമുള്ളവ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അടുത്ത ആഴ്ച പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതികൾക്കുള്ള വിശാലമായ താരിഫുകൾ പരിഷ്കരിക്കില്ലെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയ്ക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് തങ്ങളും സമാനമായ രീതിയിൽ നികുതി ചുമത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. ട്രംപിന്റെ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ തീരുമാനവും നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചതായി കാനഡയും അറിയിച്ചിട്ടുണ്ട്. തന്റെ രാജ്യം ഏപ്രിൽ 2 വരെ $125 ബില്യൺ US ഉൽപ്പന്നങ്ങൾക്ക് സെക്കൻഡ് വേവ് താരിഫ് ഏർപ്പെടുത്തില്ല. അതേസമയം എല്ലാ താരിഫുകളും നീക്കം ചെയ്യുന്നതിനായി തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്നാണ് കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാക് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. 2ാം വട്ടവും അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ട്രംപ് ആദ്യം തീരുവ ഏർപ്പെടുത്തിയത്. അനധികൃത കുടിയേറ്റം, ലഹരിക്കെതിരായ നടപടികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ച നടത്തിയെന്നും US-ന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിലൊരു നടപടി. ചൈനയ്ക്കും 10% അധിക താരിഫ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മെക്സിക്കോയും കാനഡയും നികുതി ഒഴിവാക്കണമെന്ന് US-നോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോയും ട്രംപുമായി നേരിട്ട് സംസാരിക്കുകയും അതിർത്തി സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പുതിയ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ട്രംപിന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ തീരുവ 30 ദിവസത്തേക്ക് താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഇരു രാജ്യങ്ങളും തീരുവ നൽകണമെന്നും ചൊവ്വാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ ട്രംപ് അറിയിക്കുകയായിരുന്നു. അതേസമയം ഹമാസിനും ഗാസ ജനതയ്ക്കും കടുത്ത ഭീഷണിയുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഗാസയിലുള്ള മുഴുവൻ ഇസ്രയേലി ബന്ധുക്കളെയും ഉടൻ മോചിപ്പിക്കണമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അത്തരത്തിൽ ചെയ്തില്ലെങ്കിൽ ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഷാലോം ഹമാസ് എന്നായിരുന്നു ആ ഭീഷണിയുടെ തുടക്കത്തിലുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കണം. ഉടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ, പിന്നീടല്ല. നിങ്ങൾ കൊലപ്പെടുത്തിയ മുഴുവൻ ആളുകളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകണം. രോഗികളും വൈകൃതവുമുള്ളവരാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. നിങ്ങൾ അത്തരക്കാരാണ്. നിങ്ങളുടെ പണി തീർക്കാൻ ഇസ്രയേലിന് ആവശ്യമായതെല്ലാം ഞാൻ അയക്കും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു ഹമാസ് അംഗം പോലും സുരക്ഷിതരല്ല എന്ന് നിങ്ങൾ ജീവിതം നശിപ്പിച്ച തൊട്ടു മുൻപുള്ള ബന്ദികളെ ഞാൻ കണ്ടിരുന്നു. ഇത് നിങ്ങൾക്കുള്ള അവസാന താക്കീതാണ്, നിങ്ങളുടെ നേതാക്കൾക്കുള്ള അവസാന താക്കീത്. ഇത് നിങ്ങൾക്ക് ഗാസ വിടാനുള്ള സമയമാണ്. ഒരു അവസരം കൂടി നിങ്ങൾക്ക് നൽകുകയാണ്. ഗാസ ജനതയോട് എനിക്ക് പറയാനുള്ളതാണ് ഇതെന്നും ട്രംപ് പറയുന്നുണ്ട്. ബന്ദികളെ നിങ്ങൾ പിടിച്ചു വെച്ചില്ലെങ്കിൽ മനോഹരമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്നും നിങ്ങൾ ബന്ദികളെ വിട്ടയക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ അന്ത്യമായെന്നും ഉറപ്പിച്ചോളുമെന്നുമാണ് ഭീഷണി സ്വരത്തിൽ ട്രംപ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നാനാഭാഗത്തു നിന്നും സജീവമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ അതിരൂക്ഷമായ സന്ദേശം വന്നിരിക്കുന്നത്. ബദൽ ഗാസ പദ്ധതി സംബന്ധിച്ച് അറബ് രാജ്യങ്ങളും അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. പലസ്തീനികളെ പുറന്തള്ളാതെ 5 വർഷം കൊണ്ട് $5300 കോടി ചെലവിൽ ഗാസ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. ഇതിന് US പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് അറബ് ലീഗിന്റെ പ്രതീക്ഷ. അടുത്ത ദിവസം മേഖല സന്ദർശിക്കുന്ന US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുന്നിൽ അറബ് നേതാക്കളെ പദ്ധതി വിശദീകരിക്കുമെന്നാണ് സൂചന. മാത്രമല്ല, ഹമാസ് പ്രതിനിധികളുമായി US-ഉം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദോഹയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ കാര്യവും വൈറ്റ് ഹൗസ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഇരുപക്ഷവും തമ്മിൽ ചർച്ചയും കൂടിയാലോചനയും തുടരുന്നതായി വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ദോഹയിൽ ഹമാസുമായി നടന്ന ചർച്ചകൾ ഇസ്രയേലിന് അറിവുള്ളതാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു.